സാമ്പത്തിക പ്രതിസന്ധി കാരണം എം.എൽ.എ ഫണ്ട് ഉപയോഗിക്കാനാകുന്നില്ലെന്ന പരാതിയാണ് എം.കെ. മുനീർ പറയുന്നത്. ട്രഷറി നിയന്ത്രണമുള്ളതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകുന്നില്ലെന്നാണ് മുനീറിന്റെ ആരോപണം. തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാരിനെതിരെ സമരവും ലീഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1 ലക്ഷത്തിന് മുകളിലേക്കുള്ള ബില്ലുകൾ കൈമാറുന്നതിനാണ് ട്രഷറി നിയന്ത്രണം. അതിനാൽ പ്രാദേശിക തലത്തിൽ ഒരു വികസനവും നടക്കുന്നില്ലെന്നാണ് എം.കെ. മുനീറിന്റെ പരാതി. എം.എൽ.എ ഫണ്ട് പോലും ഉപയോഗിക്കാൻ കഴിയുന്നില്ല. എം.എൽ.എ ഫണ്ട് നമുക്ക് ആരും കോൺട്രാക്ട് എടുക്കുന്നില്ല. 1 ലക്ഷത്തിൻ്റെ മുകളിലുള്ളതിന് ട്രഷറി ബാൻ ഉള്ളതുകൊണ്ട് ആരും വർക്ക് എടുക്കുന്നില്ല. അപ്പം LCD എം.എൽ.എ ലോക്കൽ ഡെവലപ്മെൻറ്റ് ഫണ്ട്, അസറ്റ് ഫണ്ടിൻ്റെ പൈസയും ഫണ്ട് കിട്ടുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ പോയാൽ നമുക്ക് എം.എൽ.എ ഫണ്ട് ഉണ്ടെന്ന് പറയാം, അസറ്റ് ഫണ്ട് ഉണ്ടെന്ന് പറയാം, പക്ഷെ ഒന്നും വിനിയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങാണ്. കരാറുകാർ എടുക്കുന്നില്ല. കാരണം അവർക്ക് GST എല്ലാം കൂടി വന്നിട്ട് 1 ലക്ഷം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കറിയില്ലേ. ഇപ്പോൾ 1 ലക്ഷത്തിന് ഏത് വർക്കാണ് ഇപ്പോൾ പോവുക? അപ്പോൾ 1 ലക്ഷത്തിന് താഴ്ത്തിയിട്ട് നമുക്ക് പ്രവൃത്തി കൊടുക്കാൻ പറ്റുമോ? ഒരു ചെറിയ റോഡ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ 2-3 ലക്ഷം രൂപ കൊടുക്കണ്ടേ? തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിസന്ധിക്കെതിരെ മുസ്ലിം ലീഗ് അടുത്ത ബുധനാഴ്ച സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തും. തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളുടെ സംഘടനയായ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിലാണ് സമരം. റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.